ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് ഞാൻ ഈ പറയാൻ പോകുന്ന കഥയുണ്ടല്ലോ, നിങ്ങൾ കുട്ടികളായാലും വലിയ ആൾക്കാരായാലും തീർച്ചയായിട്ടും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. കാരണം എന്താണെന്നോ, നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും ഈ ഒരു കഥ കൊണ്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താൻ കഴിയും. ഇനി കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ കഥാനായകൻ ഒരു കുഞ്ഞി ചെറുക്കനാണ്. എന്നും രാത്രി ഈ കുഞ്ഞി ചെറുക്കന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അവനെ കാണാനായിട്ട് ഒരു മരത്തിനെ പോലെ തോന്നിക്കുന്ന വലിയൊരു മോൺസ്റ്റർ വരും. ചിലപ്പോഴൊക്കെ ആ ഒരു മോൺസ്റ്റർ അവനെ പേടിപ്പിക്കും, ചിലപ്പോൾ ഉപദ്രവിക്കും, ചിലപ്പോൾ കഥകൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവസാനം വലിയൊരു അപകടത്തോട് കൂടിയിട്ട് ഈ കുട്ടി മനസ്സിലാക്കുകയാണ് എന്തിനാണ് ആ ഒരു മോൺസ്റ്റർ അവന്റെ അടുത്തേക്ക് എല്ലാ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നതെന്ന്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു കഥ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ, സ്പീഡ് കൂട്ടാതെ, നോർമൽ സ്പീഡിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പൊ പോവുകയല്ലേ കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കഥയുടെ ആരംഭത്തിൽ തന്നെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചർച്ച് കാണിക്കുകയാണ്. ഈ ചർച്ചിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു സെമിത്തേരി ഉണ്ടായിരുന്നു. നമ്മുടെ കഥാനായകനായിട്ടുള്ള കുഞ്ഞി ചെറുക്കനായിട്ടുള്ള കോണർ അവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഭൂമി മുഴുവൻ പൊട്ടി പിളരുകയാണ്. ആ ഒരു കുഴിയിലേക്ക്, ആ വിടവിലേക്ക് അവന്റെ അമ്മ ചെന്ന് വീഴുകയാണ്. പെട്ടെന്ന് തന്നെ കോണർ ചെന്നിട്ട് അമ്മയുടെ കൈ പിടിക്കുകയാണ്. ഒരുപാട് ശക്തിയിൽ അമ്മയെ പിടിച്ച് രക്ഷപ്പെടുത്താൻ നോക്കിയെങ്കിലും അമ്മയെ രക്ഷപ്പെടുത്താനായിട്ട് അവന് കഴിഞ്ഞില്ല. ആ കുഴിയിലേക്ക് അമ്മ വീഴുകയാണ്. പെട്ടെന്നാണ് കോണർ ചാടി എഴുന്നേൽക്കുന്നത്. അത് അവന്റെ ഒരു സ്വപ്നമായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നേരെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. പല്ല് തേച്ചു, ബാക്കിയുള്ള ജോലികൾ ഓരോന്നായിട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. കാരണം എന്താ വെച്ചാൽ ഈ വീട്ടിൽ കോണർ മാത്രമേ ഉള്ളൂ. അവന്റെ അമ്മയ്ക്ക് തീരെ വയ്യ, ക്യാൻസർ ആണ്. സ്കൂളിൽ പോകുന്നതിന് മുന്നേയുള്ള ഭക്ഷണത്തിന്റെ ജോലി, ബാക്കിയുള്ള വൃത്തിയാക്കുന്ന ജോലി, ഇതെല്ലാം കഴിഞ്ഞിട്ട് കോണർ ഇപ്പോ അമ്മ ആ ഒരു റൂമിലേക്ക് ഇത്രയും വിഷമത്തോട് കൂടിയിട്ട് നോക്കുകയാണ്. അമ്മ അനുഭവിക്കുന്ന ആ ഒരു ദുഃഖം അല്ലെങ്കിൽ ആ ഒരു വേദന അത് കണ്ടുകൊണ്ട് നിൽക്കാൻ നമ്മുടെ കോണറിന് കഴിയുന്നില്ല. ആ ഒരു കുഞ്ഞു കുട്ടി ഇത്ര ചെറുപ്പത്തിലെ അത്രയേറെ വിഷമങ്ങൾ സഹിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് സ്കൂളിലേക്ക് എത്തിയാൽ അവിടെ നല്ല ഹാപ്പിയാണ് അവന്. അല്ല, കാരണം എന്താ വെച്ചാൽ ഇവൻ ഇതുപോലെ ഒരു പാവം പിടിച്ച പയ്യനായതുകൊണ്ട് തന്നെ മെക്കിട്ട് കയറാനായിട്ട് ഒരുപാട് ബുള്ളി പയ്യന്മാരുണ്ട്. അതിൽ തന്നെ പ്രധാനിയായിട്ടുള്ള ഒരുത്തനാണ് ഹാരി. ഒരു കാരണവുമില്ലാതെ തിരിച്ചൊന്നും കാട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് നമ്മുടെ കോണറിനെ ഈ ഹാരി എപ്പോഴും ഉപദ്രവിക്കും. അപ്പൊ സ്കൂളിൽ ചെന്നാൽ ഒരു സന്തോഷമില്ല, വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും സങ്കടം മാത്രമേ ഉള്ളൂ. അങ്ങനെ അന്നേ ദിവസം സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ അവന്റെ അമ്മ തന്നെ ഒരു പഴയ പ്രൊജക്ടർ അവിടെ എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പൊ വേഗം തന്നെ കോണർ അവന്റെ ജോലികളും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് നേരെ അമ്മയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. മാത്രമല്ല ആ ഒരു പ്രൊജക്ടറിൽ നല്ലൊരു മൂവി ഇടുന്നുണ്ട്, കിങ് ഓങ് ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു മൂവിയാണ്. ഇപ്പൊ അമ്മയും മകനും കൂടിയിട്ട് ആ ഒരു മൂവി അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അത്രയും ക്ഷീണുണ്ട്, അമ്മ പതിയെ ഉറങ്ങിപ്പോവാണ്. നമ്മുടെ കോണർ ആ ഒരു മൂവി അങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ കഥയുടെ അവസാനം അറിയാലോ, കിങ് ഓങ് മരണപ്പെട്ടു പോവാണ്. ഇതൊരിക്കലും നമ്മുടെ കോണറിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ എന്ത് ചെയ്തിട്ട് അവനെ കൊന്നത്? അവൻ മരിക്കേണ്ടായിരുന്നു. ഇതിലൊക്കെ എന്ത് ന്യായാണ്? ഇത് കഴിഞ്ഞപ്പോൾ അവന് സത്യം പറയുകയാണെങ്കിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല. അവൻ നേരെ അവന്റെ മുറിയിലേക്ക് ചെല്ലുകയാണ്, എന്തെങ്കിലുമൊക്കെ ചിത്രം വരക്കാലോ എന്ന് കരുതിയിട്ട്. പക്ഷെ ഒന്നും അവന്റെ മൈൻഡിൽ വരുന്നില്ല. ഇതേ സമയത്ത് തന്നെ കോണർ എന്ന് അവനെ വിളിക്കുന്നുണ്ട്. ആദ്യം വിചാരിച്ചു അമ്മയാണെന്ന്, പക്ഷെ അമ്മയല്ല. വിളി കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോൾ ജനലിന്റെ ഭാഗത്തുനിന്നാണ് വിളി കേട്ടത്. അവൻ പതിയെ ജനലിന്റെ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു മതില്, അതുപോലെ തന്നെ പഴയ ഒരു ചർച്ച്, പിന്നെ കുറെ കുരിശുകള്, കൂടെ തന്നെ വലിയൊരു നല്ല പ്രായമുള്ള ഒരു മരവും കാണുന്നുണ്ട്. അവനിപ്പോ എന്താക്കി, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ച. അവൻ അതുപോലെ തന്നെ അത് പെൻസിൽ ഡ്രോ ചെയ്തെടുക്കുകയാണ്. പിന്നീട് അവൻ പുറത്തേക്ക് നോക്കുമ്പോണ്ട് അവൻ നേരത്തെ കണ്ട ആ ഒരു മുത്തശ്ശന്മാരെ ഉണ്ടല്ലോ, അത് പതിയെ പതിയെ എഴുന്നേൽക്കുകയാണ്, അതിന് ജീവൻ വെക്കുകയാണ്. അത് പതിയെ പതിയെ കോണറിന്റെ അടുത്തേക്ക് വന്നു. അവനാകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ഇപ്പൊ അവന് നോക്കിയിട്ട് ഈ ഒരു മരം അല്ലെങ്കിൽ ആ ഒരു മോൺസ്റ്റർ പറയാണ്, നിന്നെ പേടിപ്പിക്കാനായിട്ട് ഒരു ഭൂതം വന്നിട്ടുണ്ടെന്ന് നീ അമ്മയോട് പോയി പറയടാ. ഇത് കേട്ടപ്പോ തന്നെ കോണർ പോയിട്ട് അവന്റെ റൂമിന്റെ വാതിലടക്കുകയാണ്. നീ എന്ത് വേണമെങ്കിലും ഇവിടുന്ന് ചെയ്തോ, ഒച്ചപ്പാടുണ്ടാക്കി എന്റെ അമ്മയെ മാത്രം ബുദ്ധിമുട്ടിക്കരുത്. പെട്ടെന്ന് തന്നെ കോണറിനെ ഈ ഒരു മോൺസ്റ്റർ വലിച്ചെടുക്കുകയാണ്. നിനക്ക് എന്താടാ വേണ്ടതെന്ന് കോണർ ചോദിച്ചപ്പോ ഈ ഒരു മോൺസ്റ്റർ പറയാണ്, എനിക്ക് നിന്നോട് കഥകൾ പറഞ്ഞു തരണം. ഇനി മുതലുള്ള എല്ലാ ദിവസവും രാത്രി 12:07 ആകുമ്പോൾ ഞാൻ നിന്റെ അരികിലേക്ക് വരും. വ്യത്യസ്തമായ 3 കഥകൾ എനിക്ക് നിന്നോട് പറഞ്ഞു തരണം. അതിനുശേഷം ഒരേ ഒരു കഥ മാത്രം, സത്യമായിട്ടുള്ള കഥ നീ എനിക്ക് പറഞ്ഞു തരണം. ഞാൻ എന്തിനാ നിനക്ക് കഥ പറഞ്ഞിരുന്നത്? എനിക്ക് അതിനൊന്നും സൗകര്യമില്ല എന്ന് കോണർ പറഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ ആ ഒരു മോൺസ്റ്റർ ഇതിന്റെ വായും തുറന്ന് തീയെല്ലാം വരുത്തിക്കൊണ്ട് പേടിപ്പിച്ചുകൊണ്ട് കോണറിനെ തിന്നാൻ വരികയാണ്. അപ്പോഴേക്കും ആ ഒരു സ്വപ്നത്തിൽ നിന്നും അവൻ ചാടി എഴുന്നേൽക്കുകയാണ്. പക്ഷെ ആ ഒരു സ്വപ്നം അവനെ വല്ലാതെ ഭയപ്പെടുത്തി കളഞ്ഞിരുന്നു. പെട്ടെന്ന് തന്നെ അമ്മ അവിടെ കിടന്നുറങ്ങായിരുന്നു. അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അമ്മയെ ഞാനിവിടെ കിടന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയണം, മോനെ തീരെ വയ്യടാ, അറിയാലോ അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന്. അതൊന്നുമില്ല അമ്മ, ഒരു 5 മിനിറ്റ് എന്റെ അമ്മയെ ഒന്ന് കെട്ടിപ്പിടിച്ച് എനിക്ക് കിടന്നാൽ മതി എന്നാ വാന്ന് പറഞ്ഞിട്ട് അമ്മ ഇപ്പോൾ കോണറിന്റെ അടുത്തേക്ക് വിളിക്കുകയാണ്. അവനും പോയിട്ട് ഒരു 5 മിനിറ്റ് അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് എണീച്ച് പോകുന്നുണ്ട്. പിറ്റേ ദിവസം അവൻ രാവിലെ ആയപ്പോൾ തന്നെ ആ ഒരു മരം ഉണ്ടല്ലോ, ഇന്നലെ കണ്ട ആ ഒരു മരം, അതിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ ഒരു സ്ഥലവും ആ ഒരു മരവും ഇതെല്ലാം കാണുമ്പോൾ അവന്റെ ഉള്ളിൽ നന്നായിട്ടൊരു പേടി വരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് വീട്ടിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അമ്മയുടെ അമ്മ, അതായത് മുത്തശ്ശി വന്നിട്ടുണ്ട്. മുത്തശ്ശിയും അതുപോലെ തന്നെ നമ്മുടെ കോണറിന്റെ അമ്മയും കൂടെ കാര്യമായിട്ട് എന്തോ സംസാരിക്കുന്നു. എന്നാൽ കോണർ വന്നപ്പോൾ അത് നിർത്തുകയാണ്. മാത്രമല്ല മുത്തശ്ശി കൊണ്ടുവന്ന ഒരുപാട് ഗിഫ്റ്റുകളുണ്ട്. ഇതെല്ലാം അവന്റെ അമ്മ അതങ്ങനെ എടുത്ത് നോക്കുകയാണ്. ഇപ്പൊ കോണറിനോട് അമ്മമ്മ പറയാണ്, അതായത് മുത്തശ്ശി പറയാണ്, മോൻ പോയിട്ട് അടുക്കളയിൽ നിന്ന് ഒരു ചായ ഇട്ടുകൊണ്ട് പോവാ. അങ്ങനെ ചായ എടുക്കാനായിട്ട് കോണർ അടുക്കളയിലേക്ക് പോയ സമയത്ത് വീണ്ടും അമ്മൂമ്മയും ഈ അമ്മയും തമ്മിൽ സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഇത് പൊളിഞ്ഞിരുന്നുകൊണ്ട് കോണർ കേൾക്കുന്നുണ്ട്. അതായത് മോളെ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്ന് എങ്ങനെയാണ് നിന്റെ മോന് നിന്നെ എത്രയെന്ന് വെച്ചാൽ നോക്കാൻ കഴിയാം, നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം, കുറച്ചും കൂടെ നല്ലൊരു ചികിത്സയ്ക്കൊക്കെ
ശ്രമിച്ചൂടെ? എന്തൊക്കെ പറഞ്ഞിട്ടും അമ്മ ഇത് കേൾക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ മുത്തശ്ശി ഇപ്പൊ കോണ്ടറിനോട് സംസാരിക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് വന്നു. മോനോട് കാര്യങ്ങളൊക്കെ പറയണം. മോനെ, നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഈ കാര്യം ചെയ്യൽ നടക്കൂല. നമുക്ക് എവിടെയെങ്കിലും അമ്മയെ കൊണ്ടുപോയാലോ? മോനെ വേറെ ഏതെങ്കിലും ഒരു വീട്ടിൽ നിർത്താം, മുത്തശ്ശിയുടെ വീട്ടിൽ നിർത്താം. ഇത് കേട്ടപ്പോ കോണറിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. വെറുതെ എന്നെയും എന്റെ അമ്മയും പിരിക്കാൻ നോക്കണ്ട, എനിക്ക് അത് മാത്രം സഹിക്കില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയോട് ഭയങ്കര ദേഷ്യത്തിൽ കോണർ സംസാരിക്കുകയാണ്. ഈ സമയത്താണ് കോണറിന്റെ അമ്മ വീഴുന്നത്. അവർ കരയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മുത്തശ്ശി അങ്ങോട്ടേക്ക് ഓടിച്ചില്ലാണ്. സ്വന്തം മകളുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് അവരുടെ മനസ്സും വല്ലാതെ വേദനിക്കുകയാണ്. അങ്ങനെ രാത്രി കോണർ ആണെങ്കിൽ ഉറങ്ങിയത് മുറിയിലൊന്നുമല്ല, ആ ഒരു ഡൈനിങ് ഹാളിൽ തന്നെയായിരുന്നു. സമയം ഇപ്പൊ ഏകദേശം 12:07 ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കോണർ നോക്കുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് ഇളകാൻ തുടങ്ങിയിട്ടുണ്ട്. അവന് ചെറിയൊരു ഭയമെല്ലാം വന്നു. അവൻ വേഗം തന്നെ പുറത്തേക്ക് പോയിട്ട് വാതിൽ തുറക്കുമ്പോൾ ആ ഒരു മോൺസ്റ്റർ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ചെറിയൊരു അമർഷത്തോട് കൂടിയിട്ട് കോണർ ചോദിക്കുന്നുണ്ട്, എന്താ ഇന്ന് വരാൻ ഇത്ര വൈകിയത്? നേരത്തെ വന്നൂടെ? എന്തായാലും നീ ഇങ്ങോട്ടേക്ക് വന്നില്ലേ? വീട്ടില് മുത്തശ്ശിയുണ്ട്, എങ്ങനെയെങ്കിലും ആ തളയൊന്ന് പുറത്താക്കിതാ. ഇതേ സമയത്ത് തന്നെ ഈ ഒരു മോൺസ്റ്റർ പറയാണ്, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നിന്റെ മുത്തശ്ശിയെ പുറത്താക്കാനോ അല്ലെങ്കിൽ നീ ചോദിച്ചു തരുന്ന കാര്യങ്ങൾ സാധിച്ചു തരാനോ അല്ല. എനിക്ക് നിന്നോട് 3 കഥകൾ പറയണം. ആ കഥ നീ കേൾക്കണം. ഇത് കേട്ടപ്പോ കോണറിന് ദേഷ്യം വരികയാണ്. നിന്റെ ഓരോ പൊട്ട കഥകൾ എനിക്കതൊന്നും കേൾക്കണ്ട. നിന്റെ കൂടെ ഇങ്ങനെ സമയം ചെലവഴിച്ച അവസാനം നീ എന്നെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നത് തന്നെ. ഇപ്പൊ ആ ഒരു മോൺസ്റ്റർ പറയുന്നുണ്ട്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞാൻ പറയുന്ന കഥകൾ നീ കേൾക്കണമെന്ന്. അങ്ങനെ അവസാനം ക്ഷമ കെട്ട കോണർ പറഞ്ഞോട്, ഞാൻ കേൾക്കാന്ന് പറയാണ്. അങ്ങനെ ഈ ഒരു മരം ഉണ്ടല്ലോ, നമ്മുടെ കോണറിനെ ആ ഒരു മരത്തിന്റെ കൈകളിലേക്ക് എടുക്കുകയാണ്. എന്നിട്ട് ആദ്യത്തെ കഥ പറയാൻ തുടങ്ങുകയാണ്. 3 കഥകളുണ്ട്, അതിലൊന്നാണിത്. പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ നിന്റെ മനസ്സിൽ നീ ചിത്രം വരയ്ക്കുന്നത് പോലെ ഇമാജിൻ ചെയ്തോന്ന് ആ ഒരു മോൺസ്റ്റർ പറയുന്നുണ്ട്. ഒരു മന്ത്രവാദി രാജകുമാരിയായ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഒരു വലിയ മഹാരാജ്യം ഉണ്ടായിരുന്നു. ആ രാജ്യത്തിന് ഒരു വലിയ ചക്രവർത്തിയുണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്. ഈ രാജ്യത്തിലെ എല്ലാ ജനങ്ങളും ഭയങ്കരധികം സന്തോഷവാന്മാരായിരുന്നു. കാരണം ഈ രാജാവിന്റെ 3 മക്കൾ. അങ്ങനെ ഒരു സമയത്ത് ഈ രാജ്യത്തിലേക്ക് വലിയൊരു രാക്ഷസം വരികയാണ്. അതിനെ കൊല്ലാൻ വേണ്ടി പോയ മൂത്ത മകൻ മരണപ്പെട്ടു. പിന്നീട് വന്ന മഹാദുരന്തം ഒരു ഡ്രാഗൺ ആയിരുന്നു. അതിനെ കൊല്ലാൻ വേണ്ടി പോയ 2ാമത്തെ മകനും മരണപ്പെട്ടു. ഇതിനുശേഷം വന്ന മഹാദുരന്തം ഒരു വലിയ മന്ത്രവാദിയായിരുന്നു. അവളോട് യുദ്ധം ചെയ്യാൻ പോയി 3ാമത്തെ മകനും മരണപ്പെട്ടു പോവാണ്. 3 മക്കളും മരിച്ചതിന്റെ ആ ഒരു വിഷമത്തില് മഹാറാണിയും മരിച്ചു പോവാണ്. ഇപ്പൊ രാജാവ് ഒറ്റയ്ക്കായി. രാജാവിന് ആകെ തുണയുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ പേരക്കുഞ്ഞ് മാത്രമായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമായിരുന്നു പേരക്കുഞ്ഞിനെ. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു ആ ഒരു കുട്ടി വളർന്നു വലുതായി വലിയൊരു യുദ്ധവീരനായി മാറി. മാത്രമല്ല ആ രാജകുമാരനെ നാട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര കാര്യമായിരുന്നു. ഈ സമയത്താണ് ചക്രവർത്തി മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. പലരും പറഞ്ഞു ആ പെൺകുട്ടി ഒരു മന്ത്രവാദിയാണെന്ന്. കുമാരൻ ഈ ഒരു വിവാഹത്തിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഒടുവിൽ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ രാജാവ് മരണപ്പെട്ടു പോവാണ്. പിന്നീട് രാജ്യത്തിൽ മുഴുവനും ഓരോ കഥകൾ പരക്കാൻ തുടങ്ങി. ഈ കെട്ടിക്കൊണ്ടുവന്ന ആ ഒരു മന്ത്രവാദിയാണ് ചക്രവർത്തിയെ കൊന്നത് എന്ന രീതിയിലൊക്കെ. എന്തായാലും പിന്നീട് ഭരണം ഈ ഒരു മന്ത്രവാദിനിയായിട്ടുള്ള സ്ത്രീക്ക് കിട്ടുകയാണ്. എന്നാൽ ഈ സമയത്തൊക്കെ രാജകുമാരൻ ചെയ്തുകൊണ്ടിരുന്നത് അവന് ഒരു കർഷക കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുമായിട്ട് അവൻ അങ്ങനെ നടക്കും, പ്രണയിച്ചുകൊണ്ട് ഉല്ലസിച്ചുകൊണ്ട്. ആ സമയത്ത് ആ മന്ത്രവാദി ഈ രാജകുമാരന്റെ അടുത്തേക്ക് വരികയാണ്. അതായത് ഈ രാജകുമാരനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവളുടെ സ്ഥാനം അവൾക്ക് ഒന്നുകൂടെ ഉറപ്പിക്കാലോ എന്ന കുമാരനോട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ കുമാരന് അത് തീരെ ഇഷ്ടമായില്ല. അവള് പേടി തോന്നുകയാണ്. അവൻ സ്നേഹിച്ച ആ ഒരു പെണ്ണിനെ വരെ ഈ ഒരു മന്ത്രവാദി കൊന്നുകളയെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഭയന്നു പോയ ഈ കുമാരൻ ഈ ഒരു കർഷകയായിട്ടുള്ള പെൺകുട്ടിയും കൂട്ടിയിട്ട് ആ നാട്ടിൽ നിന്നും നാട് വിടുകയാണ്. ഒരു ദിവസം രാത്രിയായപ്പോൾ വിശ്രമിക്കാനായിട്ട് ഇവരൊരു മരത്തിന്റെ ചോട്ടിലിരുന്നു. പിറ്റേ ദിവസം രാവിലെയായിട്ട് ഈ കുമാരൻ നോക്കുമ്പോൾ കാണുന്നത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന അവന്റെ പ്രണയിനിയായിരുന്നു. അവൻ ഒരുപാട് നേരം അലറിക്കരഞ്ഞു. പിന്നീട് അവന്റെ ഉള്ളിൽ പക വരാൻ തുടങ്ങി. ഈ കാര്യങ്ങളൊക്കെ പോയിട്ട് ജനങ്ങളോട് പറഞ്ഞു. അങ്ങനെ ജനങ്ങളുമായിട്ട് വലിയൊരു പടയുമായിട്ട് അവൻ നേരെ കൊട്ടാരം ആക്രമിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. ആ ഒരു മന്ത്രവാദിയോട് പകരം വീട്ടാനായിട്ട് ആ സമയത്ത് അവന്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാവരും കൊട്ടാരത്തിലേക്ക് കയറി മന്ത്രവാദിയെ കൊല്ലുന്നതിന് മുന്നേ ആയിട്ട് അവളെ ഞാൻ അവിടുന്ന് അപ്രത്യക്ഷയാക്കി. ഇത്രയും കഥ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ കോണർ ഈ ഒരു മോൺസ്റ്ററോട് പറയണം, എന്തായാലും നിങ്ങൾ ചെയ്ത കാര്യം അടിപൊളിയായി, അവൾക്കുള്ള ശിക്ഷ നിങ്ങളായിട്ട് തന്നെ കൊടുത്തല്ലോ. ഇപ്പൊ ഈ ഒരു മോൺസ്റ്റർ പറയാണ്, ഞാൻ പറയുന്നത് മുഴുവനായിട്ടും കേൾക്ക്. ഞാൻ അവിടെ നിന്നും ആ ഒരു മന്ത്രവാദിയെ രക്ഷിക്കുകയായിരുന്നു. കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള മറ്റൊരു സ്ഥലത്തേക്ക് ഞാൻ ആ ഒരു മന്ത്രവാദിയെ മാറ്റി, ഈ ജനങ്ങളൊന്നും കാണാത്തൊരു സ്ഥലത്തേക്ക്. ഇത് കേട്ടപ്പോൾ കോണറിന് ദേഷ്യം വരികയാണ്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? മോൺസ്റ്റർ, നിങ്ങൾ കാണിച്ചത് വളരെയധികം മോശമായി പോയി. കാരണം രാജാവിനെ കൊന്നു, പിന്നെ ആ ഒരു പാവം പിടിച്ച പെണ്ണിനെയും കൊന്നു. എന്നിട്ട് എന്തിനാ നീ അവളെ രക്ഷപ്പെടുത്തിയത്? ഇവിടെ വെച്ചാണ് മോൺസ്റ്റർ മറ്റൊരു ടിസ്റ്റ് കോണറിനോട് പറയുന്നത്. സത്യം പറയുകയാണെങ്കിൽ അന്ന് രാത്രി ആ മന്ത്രവാദി ആയിരുന്നില്ല കുമാരന്റെ പ്രണയിനിയെ കൊന്നുകളഞ്ഞത്. അവന്റെ പ്രണയിനിയെ കൊന്നുകളഞ്ഞത് അത് അവൻ തന്നെയായിരുന്നു. എന്തിനാണെന്നല്ലേ? ഇതുപോലെ രാത്രിയായപ്പോൾ അവളെ കുത്തി കൊന്നുകളഞ്ഞു. എന്നിട്ട് നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു നടന്നു, ഇതുപോലെ ആ മന്ത്രവാദിയാണ് ആ പാവം പിടിച്ച പെണ്ണിനെ കൊന്നെന്ന്. അങ്ങനെ നാട്ടുകാരെ മുഴുവൻ കൂട്ടി വലിയൊരു പടയുമായിട്ട് അവൻ കൊട്ടാരത്തിലേക്ക് ചെന്നു. അവൻ ആ ഒരു ഭരണം പിടിക്കാൻ വേണ്ടി. ഈ സത്യം അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ആ ഒരു മന്ത്രവാദിയെ രക്ഷപ്പെടുത്തിയത്. ഇപ്പൊ കോണർ ചോദിക്കാണ്, അങ്ങനെയാണെങ്കിൽ ആ രാജകുമാരനെ നീ ശിക്ഷിച്ചോ? ഇപ്പൊ ഈ ഒരു മോൺസ്റ്റർ പറയാണ്, ഇല്ല, ഞാൻ അവനെ ശിക്ഷിച്ചില്ല. ആ ഒരു രാജ്യം ഭരിക്കാനായിട്ട് ഞാൻ അവന് അനുവാദം കൊടുത്തു. ഇപ്പൊ കോണർ പറയാണ്, മോൺസ്റ്റർ, നീ ഇപ്പൊ കാണിച്ചത് മഹാമോശമായി പോയി. വീണ്ടും മോൺസ്റ്റർ പറയണം, ഞാൻ പറയുന്ന കാര്യം ഒന്നും കൂടെ പൂർണ്ണമായിട്ടും കേൾക്ക്. അവൻ
ആ ഒരു രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്തതോട് കൂടിയിട്ട് ജനങ്ങളെല്ലാം പണ്ടത്തെ പോലെ തന്നെ സന്തോഷവാന്മാരായി. അവന്റെ രാജ്യത്തെയും ആ ഒരു ജനങ്ങളെയും അവന്റെ അവസാന ശ്വാസം വരെ അവൻ നല്ല രീതിയിൽ നോക്കി. ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ കോണർ ചോദിക്കാണ്, അല്ല മോൺസ്റ്റർ, അപ്പൊ ഇതിൽ നല്ല ആളാരാണ്, ചീത്ത ആളാരാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഈ ഒരു മോൺസ്റ്റർ പറയാണ്, മോനെ അങ്ങനെയൊന്നുമില്ല. നല്ല ആൾക്കാര്, ചീത്ത ആൾക്കാര്, മനുഷ്യന് ചില സാഹചര്യങ്ങൾ വരും. അപ്പൊ ചില കാര്യങ്ങളൊക്കെ അവന് ചെയ്യേണ്ടി വരും. നന്മയുടെയും തിന്മയുടെയും ഇടയിലൂടെയുള്ള ഒരു ജീവിതമാണ് ശരിക്കും മനുഷ്യന്റേത്. അതുപോലെ ഈ കഥയിലെ ചക്രവർത്തി മരണപ്പെട്ടത് ആ മന്ത്രവാദി കൊന്നതുകൊണ്ടൊന്നുമല്ല, സാധാരണ രീതിയിൽ വയസ്സായതുകൊണ്ടാണ്. എന്തായാലും ആ ഒരു കഥ കഴിഞ്ഞു. അവൻ സ്വപ്നത്തിൽ നിന്നും ചാടി എഴുന്നേൽക്കാണ്. പിറ്റേ ദിവസമായി നേരെ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. സ്കൂളിൽ പോയാൽ അറിയാലോ, ആ ഒരു പയ്യൻ ഹാരി എപ്പോഴും നമ്മുടെ ഈ ഒരു കോർണറിനെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. ടോർച്ചറിങ് ആണ്, സഹിക്കാൻ പറ്റുന്നില്ല അവൻ. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന സമയത്ത് അവന്റെ മുത്തശ്ശി അവനോടൊരു കാര്യം പറയണം, മോനെ നിന്റെ അമ്മയ്ക്ക് എന്തോ നിന്നോട് സംസാരിക്കാനുണ്ട്, അമ്മ പറയുന്നത് മോൻ കേൾക്കണം കേട്ടോ. ഇത് പറഞ്ഞുകൊണ്ട് കോർണറിനെ അമ്മയുടെ റൂമിലേക്ക് വിടുകയാണ്. ഇപ്പൊ അമ്മ കോർണറിനെ അടുത്തിരുത്തി എന്നിട്ട് അവനോട് സംസാരിക്കുകയാണ്, മോനെ അമ്മയ്ക്ക് തീരെ വയ്യാതായടാ, ഇനി എത്ര നാൾ ഇവിടെ കിടന്ന് ഇങ്ങനെ ഈ വേദന സഹിക്കണം, അമ്മ ഒരു ആശുപത്രിയിലേക്ക് പോട്ടെ, അവിടുന്ന് ചികിത്സ എടുക്കട്ടെ, മോൻ തൽക്കാലം അമ്മൂമ്മയുടെ കൂടെ നിൽക്ക്, അമ്മൂമ്മ നല്ല ആളാടാ, നിന്നെ നല്ല രീതിയിൽ നോക്കും. ഇത് പറഞ്ഞ സമയത്ത് നമ്മുടെ ഈ കോർണറിന് ഭയങ്കരമായിട്ട് സങ്കടമാവുകയാണ്. അമ്മയെ പിരിയാന്ന് പറഞ്ഞാൽ അവന് മരിക്കുന്നതിന് തുല്യമായിരുന്നു. അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ ഒരുപാട് നേരം കരയാണ് കേട്ടോ. എന്തായാലും ഇതിനുശേഷം നമ്മുടെ അമ്മൂമ്മ കോർണറിനെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. എന്നാൽ അമ്മയില്ലാത്ത ആ ഒരു ഒറ്റയ്ക്കുള്ള ഒരു ജീവിതം കോർണറിനെ വല്ലാതെ മടുപ്പിച്ചു കളഞ്ഞു. സാധാരണ സ്കൂളിലേക്ക് പോവുക, അവിടുന്ന് ആ ഒരു പയ്യന്റെ ശല്യം കാരണം കുറെ ടെൻഷൻ അടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരിക, വീട്ടിൽ നിന്ന് അവന് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും, പിന്നെയും ബോറടി, ഭയങ്കരമായിട്ടുള്ള മടുപ്പായിരുന്നു. ആ സമയത്താണ് മുത്തശ്ശിയുടെ വീട്ടിൽ തന്നെ ഒരു മുറി പൂട്ടിയിട്ടിരിക്കുന്നതായിട്ട് കോർണർ കാണുന്നത്. അത് തുറക്കാൻ വേണ്ടി നോക്കുമ്പോൾ തുറക്കാൻ പറ്റുന്നില്ല, നല്ല ലോക്കാണ്. അപ്പൊ ആരും ഉണ്ട് ബെല്ലടിക്കുന്നത്. ഇതാരാണെന്ന് നോക്കാൻ വേണ്ടി കോർണർ ചെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ അത് അവന്റെ അച്ഛനായിരുന്നു. സത്യം പറഞ്ഞാൽ അവന്റെ അമ്മയും അച്ഛനും തമ്മിൽ ഡിവോഴ്സ് ആയതാണ്. അവന്റെ അച്ഛൻ നഗരത്തിലാണ് താമസിക്കുന്നത്. ഇപ്പൊ കോർണർ ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞതുകൊണ്ട് അവന്റെ അടുത്തേക്ക് വന്നാണ്. എന്തായാലും അച്ഛനെ കണ്ട സമയത്ത് കോർണറിന് ഭയങ്കരമായിട്ട് സന്തോഷമാവുകയാണ്. എന്തായാലും അവന്റെ അച്ഛൻ വന്നു, അവനിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി പാർക്കിൽ പോയി നല്ല ഭക്ഷണം മേടിച്ചു കൊടുത്തു. നല്ല സന്തോഷത്തിലായിരുന്നു ആ ഒരു ദിവസം മുഴുവൻ നമ്മുടെ കോർണർ. അങ്ങനെ വൈകുന്നേരമായിട്ട് അവന്റെ വീട്ടിലേക്ക് അച്ഛൻ അവനെ കൊണ്ടാക്കാൻ വന്ന സമയത്ത് അച്ഛൻ പറയണ, മോൻ ഇനി അച്ഛന്റെ കൂടെയാ താമസിക്കാൻ വന്നത്, അച്ഛന്റെ കൂടെ നേരെ ടൗണിലേക്ക് പോകാന്ന് പറയുമ്പോൾ കോർണറിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എന്നെയും എന്റെ അമ്മയും ഉപേക്ഷിച്ച് പോയ ആളാ നിങ്ങൾ, എന്നിട്ട് ഇപ്പം വന്നിരിക്കുന്നു എന്റെ അമ്മയെ എന്റെ അടുത്ത് പിരിക്കാൻ വേണ്ടി. എന്റെ അമ്മ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ വരണമെന്നല്ലേ, ഞാൻ വരൂല, നിങ്ങളൊക്കെ ഒരു അച്ഛനാണെന്ന് ചോദിച്ചിട്ട് ഭയങ്കര ദേഷ്യത്തിൽ കാറും തുറന്ന് അതിന്റെ ആ ഒരു ഡോറ് ഒറ്റ അടക്കലാണ്. ഇത് അടച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള വസ്തുക്കളൊക്കെ എടുത്തെറിയാൻ തുടങ്ങുകയാണ് അവൻ. പിന്നീട് ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ സമയം 6 മണിയായിട്ടുള്ളൂ. അവൻ വേഗം അത് 12:17 ആക്കി വെക്കുകയാണ്. ആ ഒരു സമയം ആയപ്പോഴേക്കും വീടിന്റെ ആ ഒരു മട്ടുംഭാവൊക്കെ മാറുകയാണ് കേട്ടോ. അതായത് ആ ഒരു മോൺസ്റ്റർ വീട്ടിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു മോൺസ്റ്റർ വന്നിട്ട് അടുത്ത കഥ ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ കോർണർ ഒരു കാര്യം ഈ മോൺസ്റ്ററോട് പറയുന്നുണ്ട്, ഇത്തവണത്തെ കഥയെങ്കിലും കുറച്ച് നല്ല കഥയായിരിക്കല്ലേ, അതൊക്കെ നീ കേട്ടിട്ട് പറ. അങ്ങനെ ഈ ഒരു മോൺസ്റ്റർ കഥ പറയാൻ ആരംഭിക്കുകയാണ്. ഇപ്പോഴൊന്നല്ല, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. അതായത് നമ്മുടെ ഈ ഒരു സമയത്തിൽ നിന്നും ഒരു 10-200 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിൽ മരങ്ങളൊന്നും ഉണ്ടാവില്ല. കുറെ മരങ്ങളൊക്കെ മനുഷ്യർ വെട്ടി നശിപ്പിച്ചിട്ടുണ്ടാവും. ഒരുപാട് ഫാക്ടറികള്, ഒരുപാട് പുക, മാലിന്യം, ബിൽഡിങ്ങുകൾ, അതായത് ഭൂമി ടോട്ടലി നശിപ്പിക്കപ്പെട്ട ഒരു അവസ്ഥയിൽ എവിടെ നോക്കിയാലും മാലിന്യങ്ങൾ. അങ്ങനെയുള്ള ഈ ഒരു ഭൂമിയിൽ കുറച്ചു ഭാഗം മാത്രമായിട്ട് കുറച്ച് സസ്യങ്ങളും ചെടികളും മരങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഏരിയ ഉണ്ടായിരുന്നു. ആ ഏരിയയിൽ തന്നെ നല്ലൊരു വൈദ്യരുണ്ടായിരുന്നു. ആ നാട്ടിലെ തന്നെ പല ചെടികളിൽ നിന്നും മരുന്നിനെ കളക്ട് ചെയ്യുന്ന, ചെടികളിൽ നിന്നും മരുന്നുണ്ടാക്കുന്ന ഒരു വൈദ്യര്. എന്നാൽ ആ വൈദ്യരും ഒരു പ്രശ്നക്കാരനാണ്. അതെന്തുകൊണ്ടാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ആ നാട്ടില് ഒരു പ്രീസ്റ്റ് ഉണ്ടായിരുന്നു, നല്ലവനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ ഈ ഒരു പ്രീസ്റ്റ് ഒരു കാര്യം അവിടെ വരുന്ന എല്ലാ ജനങ്ങളോടും പറയുന്നുണ്ട്, ഇങ്ങനെ ആ ഒരു വൈദ്യര് നിങ്ങളുടെ ആരുടെ അടുത്തേക്ക് വന്നിട്ട് എന്ത് വെക്കാൻ നോക്കിയാലും നിങ്ങൾ മേടിക്കരുത്. കാരണം അയാൾ ഈ നാട്ടിൽ ഒരുപാട് മരങ്ങളെ വെട്ടാൻ ആഗ്രഹിക്കുന്നു, അതെല്ലാം മരുന്നാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. സോ നിങ്ങൾ ആരും അയാളുടെ അടുത്തേക്ക് പോകരുതെന്ന് ഈ ഒരു പ്രീസ്റ്റ് പറയാണ്. അതുപോലെ തന്നെ ഈ വൈദ്യർ ആരുടെ അടുത്തേക്ക് ചെന്നാലും ജനങ്ങൾ ഇയാൾ അടുപ്പിക്കില്ല. ഈ വൈദ്യരുടെ തന്നെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ വെച്ചാൽ ആ നാട്ടിലെ തന്നെ ഏറ്റവും അത്ഭുതമായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഈ എന്താ പറയാ ആളുകളൊക്കെ ഒരുപാട് സൂക്ഷിക്കുന്ന ഒരു വലിയ മരമുണ്ട്, അത് മുറിച്ച് അതിൽ നിന്നും മരുന്നുണ്ടാക്കലാണ്. ആ മരുന്ന് മുറിക്കാനായിട്ട് അതിൽ നിന്നും ഒരുപാട് മരുന്നുകൾ എടുക്കാനായിട്ട് ഈ ഒരു വൈദ്യര് പോകുന്ന സമയത്ത് ഈ ഒരു പ്രീസ്റ്റ് ഇതിനെ തടുക്കുകയാണ്. അങ്ങനെ ഈ ഒരു നാട്ടിൽ പിന്നീട് നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഈ ഒരു വൈദ്യര് ഇവിടുന്ന് നാട് വിട്ടു പോവാണ്. കുറച്ച് ദിവസം കഴിഞ്ഞു. ഈ പ്രീസ്റ്റിന് ഒരു കുടുംബമുണ്ട്. ഇയാൾക്ക് 2 പെൺകുട്ടികളുണ്ടായിരുന്നു. ചിത്രശലഭങ്ങളെ പോലെ എപ്പോഴും പാറി നടക്കുന്ന ആ 2 പെൺകുട്ടികൾക്ക് പെട്ടെന്നൊരു ദിവസം 2 പേർക്കും ഒരുപോലെ അസുഖം വരികയാണ്. എന്തെല്ലാം കൊടുത്തിട്ടും അവരുടെ അസുഖം മാറുന്നില്ല. അങ്ങനെ അവസാനം ഈ ഒരു പ്രീസ്റ്റ് അതേ വൈദ്യന്റെ അടുത്തേക്ക് ചെല്ലാൻ. പക്ഷേ ഈ വൈദ്യൻ പറഞ്ഞ ഒരേ ഒരു കാര്യം, നിങ്ങളുടെ മക്കളുടെ അസുഖം മാറ്റണമെങ്കിൽ ആ മരം മുറിച്ച് അതിൽ മരുന്ന് എടുക്കണം എന്നാണ്. അങ്ങനെ ഒരു രക്ഷയില്ലാതെ പ്രീസ്റ്റ് അതിന് സമ്മതം കൊടുക്കുകയാണ്. അങ്ങനെ
അങ്ങനെ ഈ വൈദ്യര് ചെന്ന് ആ മരം മുറിച്ചു, അതിലെ മരുന്നുകൾ എടുക്കുകയാണ്, കുട്ടികളെ ചികിത്സിക്കുകയാണ്. എന്ന് കരുതി കുട്ടികളുടെ അസുഖം മാറിയില്ല, അവർ രണ്ടുപേരും മരണപ്പെട്ടു പോവാണ്. പക്ഷെ വൈദ്യർക്കാണെങ്കിൽ ആ ഒരു മരം മുറിച്ച് അതിലെ മരുന്നുകൾ മുഴുവൻ എടുക്കാനും പറ്റി. എന്തായാലും ആ ഒരു സമയത്താണ് ഞാൻ ഉയർത്തെഴുന്നേറ്റത്. ആ മരം തന്നെയാണ് ഞാൻ. ഇപ്പൊ കോണർ ചോദിക്കുകയാണ്, അപ്പൊ ആ ഒരു വൈദ്യരെ നിങ്ങൾ പോയിട്ട് ശിക്ഷിച്ചോ? അയാളൊരു ദുഷ്ടനല്ലേ? ഇതേ സമയത്ത് തന്നെ ഈ ഒരു മോൺസ്റ്റർ പറയണ, ഇല്ല വൈദ്യരെ ഞാൻ ഒന്നും ചെയ്തില്ല, പകരം ആ ഒരു പ്രീസ്റ്റിനെയാണ് ഞാൻ ശിക്ഷിക്കാൻ പോകുന്നത്. ഇത് കേട്ടപ്പോ കോണർ ആകെ ഞെട്ടിപ്പോയി. നിങ്ങൾ എന്തീ പറയുന്നത്? അയാളൊരു പാവം നല്ലവനായിട്ടുള്ള മനുഷ്യനല്ലേ? ഇപ്പൊ മോൺസ്റ്റർ പറയാണ്, ഞാൻ പറയുന്നത് വീണ്ടും മുഴുവനായിട്ട് നീ കേൾക്ക്. ആ വൈദ്യര് അയാളുടെ ജോലിയാണ് ചെയ്തത്. അയാൾക്ക് വേണ്ടത് മരുന്നുകളാണ്, ആ മരുന്ന് മാത്രമാണ് അയാൾ ശേഖരിക്കാൻ നോക്കുന്നത്. എന്നാൽ പ്രീസ്റ്റ് ചെയ്ത കാര്യം എന്താണ്? ജനങ്ങളോട് മുഴുവൻ പറഞ്ഞു നടന്നു, മരം വെട്ടാൻ പോകരുത്, അയാളുടെ കയ്യിൽ നിന്നും ആരും മരുന്ന് മേടിക്കരുത്. എന്നിട്ട് അയാൾക്കൊരാവശ്യം വന്നപ്പോ സ്വാർത്ഥമായിട്ട് ചിന്തിച്ചു. അയാളുടെ കുട്ടികൾക്ക് വേണ്ടി ആ ഒരു മരം മുറിച്ചോളാൻ വേണ്ടി വൈദ്യരോട് പറഞ്ഞു. അപ്പോ ആ ഒരു പ്രീസ്റ്റ് സെൽഫിഷ് അല്ലേ? അയാളുടെ ചിന്താഗതിയല്ലേ ദുഷ്ടിച്ചത്? ഇത് കേട്ടപ്പോ കോണറിനും അത് ശരിയാണല്ലോ എന്ന് തോന്നുകയാണ്. നവാ നമുക്ക് പോയിട്ട് അയാളുടെ വീട് തല്ലി പൊളിക്കാന്ന് പറഞ്ഞിട്ട് മോൺസ്റ്ററും അതുപോലെ തന്നെ കോണറും ചെന്നിട്ട് ഈ പ്രീസ്റ്റിന്റെ വീട് തല്ലി പൊളിക്കാൻ തുടങ്ങുകയാണ്. കോണറിന് പറ്റുന്ന രീതിയിൽ അതിന്റെ ചില്ലും അതും ഇതൊക്കെ തല്ലി പൊളിക്കുന്നുണ്ട്. ഇപ്പോഴാണ് കോണർ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് നോക്കുന്നത്. അതായത് അവനിപ്പോൾ ഉള്ളത് മുത്തശ്ശിയുടെ വീട്ടിലല്ലേ, അവിടുത്തെ പല സാധനങ്ങളും അവന് പഠിച്ചു ഒടിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത്. ആദ്യം മുത്തശ്ശി ഒന്നും ഞെട്ടിപ്പോയി, ഈ ചെറുക്കൻ എന്താ വട്ടായോ എന്ന് വിചാരിക്കുകയാണ്. അവർക്ക് ഒരുപാട് സങ്കടമായി. പിന്നീടൊന്നും പറയാതെ അവിടുന്ന് പോവാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ കോണർ അടുക്കളയിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ അവന്റെ അച്ഛൻ അവന് വേണ്ടി എല്ലാ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. അവന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. എന്നിട്ട് അച്ഛൻ പറയാണ്, ഇന്ന് നമുക്ക് അമ്മയെ കാണാൻ വേണ്ടി ആശുപത്രിയിലേക്ക് പോകണം. അങ്ങനെ രണ്ടുപേരും കൂടി ആശുപത്രിയിലേക്ക് ചെല്ലുകയാണ്. ആദ്യം തന്നെ അമ്മയെ കാണാനായിട്ട് അച്ഛൻ കയറി ചെല്ലുന്നുണ്ട്, എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അതായത് കോണറിനെ നിങ്ങൾ കൊണ്ടുപോകണം, അവനെ നിങ്ങൾ നോക്കണം എന്നൊക്കെയാണ് അമ്മ പറയുന്നത്. ഇതിനുശേഷം നമ്മുടെ കോണർ അതിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നപ്പോൾ അച്ഛൻ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. ഇപ്പൊ കോണറിനോട് അമ്മ പറയാണ്, മോൻ എന്തിനെങ്ങനെ ഇത്ര ദുഃഖത്തിലിരിക്കുന്നത്? സന്തോഷമായിട്ടിരിക്കുക, അമ്മയ്ക്കിപ്പോ നല്ല ഉഷാറാണ് കണ്ടോ. ആശുപത്രിയിലേക്ക് വന്ന സമയത്ത് ഒരുപാട് മരുന്നുകളെല്ലാം കഴിക്കാൻ തുടങ്ങി, ആരോഗ്യം പഴയതുപോലെ ആവാൻ തുടങ്ങി. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലടാ, നീ പഴയതുപോലെ ഉഷാറ് ചില്ലാവ്. മകനെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടി അവരമ്മ തീരെ വയ്യാട്ടോ. അവരുടെ കോലം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഏതാണ്ടൊക്കെ മരിക്കാനായ ഒരു സിറ്റുവേഷൻ ആണ് എന്ന് കരുതി മകനെ ഇങ്ങനെ വിഷമിപ്പിക്കാൻ പറ്റില്ലല്ലോ. എങ്ങനെയെങ്കിലും അവന്റെ അച്ഛന്റെ കൂടെ അവനെ പറഞ്ഞയക്കണം, ആ ഒരു ഉദ്ദേശം കൂടെ അമ്മയ്ക്കുണ്ട്. എന്തായാലും ഇപ്പൊ അവനെ ഹാപ്പി ആക്കിയിട്ട് അമ്മ അവനെ വീട്ടിലേക്ക് പറഞ്ഞയക്കാണ്. രാത്രി കോണർ വെയിറ്റ് ചെയ്യാണ്. അതായത് ആ ഒരു മോൺസ്റ്റർ വരുന്നേം കാത്ത് കുറെ നേരം കഴിഞ്ഞപ്പോൾ വരുന്നില്ല. അവൻ പുറത്തേക്ക് ഇറങ്ങി, ഇത് എവിടെ പോയി, അവൻ എന്താ വരാത്തതിന്റെ ചുറ്റിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മരങ്ങൾക്കിടയിൽ നിന്നും ഈ ഒരു മോൺസ്റ്റർ പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു മോൺസ്റ്റർ നോക്കിയിട്ട് ഈ കോണർ പറയാണ്, നിന്റെ മരത്തിന്റെ ഉള്ളിൽ ഒരുപാട് മരുന്നുകളില്ലേ, അതിൽ നിന്നും എന്റെ അമ്മയെ രക്ഷപ്പെടുത്താനുള്ള എന്തെങ്കിലും ഒരു മരുന്ന് അത് നിനക്ക് തരാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു മോൺസ്റ്റർ പറയാണ്, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നിന്റെ അമ്മയെ ചികിത്സിക്കാനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള മരുന്ന് തരാനോ ഒന്നുമല്ല. നിന്നോട് 3 കഥകൾ പറയണം, നീ എന്നോട് വേറൊരു കഥ പറയണം, ചില കാര്യങ്ങൾ നിന്നെ മനസ്സിലാക്കി തരണം. ഇനി അടുത്ത കഥ അത് പറയാനുള്ള സമയമാകുമ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നോളാം. ഇതും പറഞ്ഞുകൊണ്ട് ഈ ഒരു മോൺസ്റ്റർ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അതങ്ങനെ നടക്കുകയാണ്. എന്നാൽ കോണറിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. നീയും നിന്റെ ഒരു കഥയും, എനിക്ക് വേണ്ട നിന്റെ കഥ. അത്രയും ദേഷ്യത്തിലാണ് കോണർ ഇപ്പൊ ചൂടാവുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കോണർ നോക്കുമ്പോൾ അവന്റെ അച്ഛൻ കുറെ ബാഗും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ പാക്ക് ചെയ്തെടുത്ത് കൊണ്ടുപോവാണ്. അതായത് കോണറിനെ കൂട്ടാൻ വേണ്ടി വന്നതാണ്. അവനാണെങ്കിൽ വരുന്ന ഒരു കൂട്ടുമില്ല. അവസാനം വിളിച്ചു മടുത്തുപോയ അച്ഛൻ അവിടുന്ന് തിരിച്ചു പോകണം. അവൻ വേഗം അങ്ങോട്ടേക്ക് ചെന്ന് നോക്കി. ഒരുപാട് വിഷമത്തോട് കൂടിയിട്ടാണ് അച്ഛൻ പോയ ആ ഒരു കാര്യം അവൻ അങ്ങനെ നോക്കി നിൽക്കുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു മനുഷ്യന് കുറച്ച് ദിവസം കൂടെ വേണമെങ്കിൽ നമ്മുടെ കോണറിന്റെ കൂടെ ഇവിടെ തന്നെ നിൽക്കായിരുന്നല്ലേ. അയാളും ഒരുമാതിരി ഒരു സെൽഫിഷ് മൈൻഡ് ആണ്. എന്തായാലും ഇതിനുശേഷം കോണർ അവന്റെ മുത്തശ്ശിയുടെ ഒരുപാട് സാധനങ്ങൾ നശിപ്പിച്ചു കളഞ്ഞല്ലോ. അതെല്ലാം നല്ല വൃത്തിയാക്കിയിട്ട് വേണ്ടാത്ത സാധനങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നിടുകയാണ്. ഇതിനുശേഷം വീടിന്റെ ഉള്ളിലേക്ക് അവൻ പോകുന്ന സമയത്ത് മുത്തശ്ശി ഉണ്ടല്ലോ, മുത്തശ്ശിയുടെ മകള്, അതായത് കോണറിന്റെ അമ്മയുടെ ആ ഒരു ചെറുപ്പകാലത്തിലെ ആ ഒരു ഫോട്ടോ വീഡിയോ ഇതെല്ലാം കണ്ടുകൊണ്ട് കുറച്ചു നേരം ചിരിക്കും, പിന്നെ കുറെ കാര്യം. ഇതിങ്ങനെ കാണുമ്പോൾ കോണറിന് മനസ്സിലാവുന്നുണ്ട്, കാരണം മുത്തശ്ശിയുടെ മകളല്ലേ ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത്. അപ്പൊ കോണർ ഇങ്ങനെ വിചാരിക്കുകയാണ്, അമ്മയുടെ അസുഖം കാരണം ആരൊക്കെയാ വിഷമിക്കുന്നത്? അമ്മൂമ്മ, ഞാന്, എല്ലാവരുടെയും ലൈഫ് ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്താണിത്, ഞങ്ങളുടെ ലൈഫിൽ മാത്രം ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ കോണറിന്റെ അമ്മയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അസുഖം വല്ലാതെ മൂർച്ഛിച്ചിട്ടുണ്ട്, അവർക്ക് വല്ലാതെ ബുദ്ധിമുട്ടും പെയിനൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കോണർ സ്കൂളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു പയ്യനുണ്ടല്ലോ ഹാരി, അവന്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു റാഗിങ്, ഉപദ്രവിക്കൽ അത് വല്ലാതെ കൂടി വന്നിട്ടുണ്ട്. ഇന്ന് തന്നെ അവൻ കൊണ്ടുവന്ന ആ ഒരു ഭക്ഷണം ഇത് തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞ് അവന്റെ ബുക്കിലേക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്താണെന്നറിയില്ല, കോണറിന്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര ദേഷ്യം ഇങ്ങനെ വരുന്നുണ്ട്. അവൻ ക്ലോക്കിലേക്ക് നോക്കി, സമയം ഇപ്പൊ ഏതാണ്ട് 12:07 ആയിട്ടുണ്ട്. നട്ടുച്ചയാണ്. സാധാരണ 12:07 രാത്രി ആകുമ്പോഴാണ് ആ ഒരു മോൺസ്റ്റർ വരുന്നത് എന്ന് എന്തുകൊണ്ടെന്ന് അറിയില്ല. ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ആ ഒരു മോൺസ്റ്റർ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കോണറിനോട് മോൺസ്റ്റർ പറയാണ്, നീ ഇങ്ങനെ ദേഷ്യത്തില് കോപത്തിലിരിക്കുമ്പോൾ എനിക്ക് നിന്നോട് ഒരു കഥ പറയാണ്ട്. അവസാനത്തെ കഥ ചെറിയ കഥയാണ്, വളരെ ചെറിയ കഥ. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ആരും കാണാത്ത ഒരു ഇൻവിസിബിൾ മാൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ രീതിയിൽ ജീവിക്കുന്നത് അവന് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അതിൽ നിന്നും പുറത്തു വരണമെന്ന് അവന് നന്നായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അവൻ അതങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച് അവസാനം പുറത്തേക്ക് വന്നവൻ. ഇതിനുശേഷം അവൻ എന്താ ചെയ്തതെന്ന് കോണർ ഈ ഒരു മോൺസ്റ്ററോട് ചോദിച്ച സമയത്ത് മോൺസ്റ്റർ പറയാണ്, അവൻ എന്നെ സഹായത്തിന് വിളിച്ചു, ഞാൻ അവന്റെ കൂടെ നിന്നു എന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ കോണർ ഉണ്ടല്ലോ, അവൻ ഉപദ്രവിച്ച ആ ഒരു ഹാരിയെ നോക്കുകയാണ്. കുറെ നാളായി അവനിട്ട് ചൊറിഞ്ഞു നടക്കുന്നു. അവന്റെ നേർക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ
പിന്നാലെ കോർണർ ഓടുകയാണ്. അവന്റെ കൂടെ തന്നെ ഒരു ബലമായിട്ട് ആ ഒരു മോൺസ്റ്ററും ഉണ്ടായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും എന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്തായാലും അവനെ ഹെഡ് മാഷ് വിളിപ്പിക്കുകയാണ്. ഓൾറെഡി അവന്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ വലിയ പണിഷ്മെന്റ് ഒന്നും അവന് കൊടുത്തില്ല കേട്ടോ. ഒരു വാണിംഗ് പോലെ ചെറുതായിട്ടൊന്ന് ചീത്ത പറഞ്ഞ് അവൻ അവിടെ നിന്ന് പറഞ്ഞേക്കാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അവന്റെ അമ്മൂമ്മ മുത്തശ്ശി അവനെ കൂട്ടാനായിട്ട് വരികയാണ്. അർജന്റായിട്ട് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാണ്. അതായത് അവന്റെ അമ്മയുടെ ആ ഒരു അവസ്ഥ കുറച്ച് സീരിയസ് ആയി വന്നിട്ടുണ്ട്. മരുന്നൊന്നും ഏൽക്കാത്ത ആ ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ട്. ഏകദേശം മരിക്കാവുന്ന ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. സോ പെട്ടെന്ന് തന്നെ കോർണറിനെ അവന്റെ അമ്മയുടെ അടുത്തേക്ക് എത്തുകയാണ്. അമ്മയുടെ ആ ഒരു അവസ്ഥ കണ്ട് അവന് സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ അവന്റെ പഴയ വീട്ടിലേക്ക് ചെന്നു. അതിന്റെ പുറത്താണല്ലോ ആ ഒരു മരം ഉള്ളത്. ആ മരത്തിന്റെ വേരുകളിലേക്ക് അവൻ ഇറുക്കി ചവിട്ടാൻ തുടങ്ങി. നീ എന്നെ പറ്റിച്ചു, എന്നെ സഹായിച്ചില്ല, നീ എന്നെ ബുദ്ധിമുട്ടിച്ചു, നീ ദുഷ്ടനാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ മരത്തിന്റെ വേരിലിട്ട് ഇങ്ങനെ ചവിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു മരം എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആ മരം ഇപ്പൊ അവനോട് ചോദിക്കുകയാണ്, വെറുതെ എന്തിനാണ് എന്നെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, ശല്യപ്പെടുത്തുന്നത്, നിനക്ക് എന്താ വേണ്ടത് മോൺസ്റ്റർ, നിനക്കറിയാലോ എനിക്ക് എന്താ വേണ്ടതെന്ന്, ദയവ് ചെയ്തിട്ട് എന്റെ അമ്മയെ ഒന്ന് രക്ഷപ്പെടുത്ത്, ഞാൻ നിന്നെ അത്രയും വിശ്വസിച്ചില്ലേ. ഇതേ സമയത്തിന് ആ ഒരു മോൺസ്റ്റർ പറയാണ്, ഞാൻ നിന്റെ അമ്മയെ രക്ഷപ്പെടുത്താനല്ല ഇങ്ങോട്ടേക്ക് വന്നത്, നിന്നെ രക്ഷപ്പെടുത്താനാണ്, നിന്നെ സഹായിക്കാനാണ്. ഇങ്ങനെ നിൽക്കുന്ന എന്ത് സഹായമാണ് എനിക്ക് വേണ്ടത്, നീ പോയിട്ട് എന്റെ അമ്മയെ രക്ഷപ്പെടുത്ത്, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവൻ ആശുപത്രിയിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ആ ഒരു ഭൂതം മോൺസ്റ്റർ അവനോട് പറയാണ്, നീ പോവണ്ട, നിന്റെ അമ്മ ഇവിടെ തന്നെയുണ്ട്. അതായത് തൊട്ടടുത്ത് തന്നെ ഒരു പഴയ ചർച്ച ഉണ്ടായിരുന്നല്ലോ, ഈ ചർച്ചിന്റെ മുന്നിലായിട്ട് അവന്റെ അമ്മ അങ്ങനെ നിൽക്കുകയാണ്. അതായത് ഈ ഒരു കാര്യമൊക്കെ നിങ്ങൾ ആലോചിക്കണം, ഇത് അവന്റെ ചിന്തകളാണ്, സ്വപ്നമാണ് എന്നുള്ളത്. അപ്പൊ ആ ഒരു മോൺസ്റ്റർ പറഞ്ഞല്ലോ നിന്റെ അമ്മ ഇവിടെ തന്നെ ഉണ്ടെന്ന്. അതായത് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ചർച്ചിന്റെ മുന്നിൽ അവന്റെ അമ്മ ഉണ്ടായിരുന്നു അവിടെ. മാത്രമല്ല ആ ഒരു ചർച്ച് ഇപ്പൊ പതിയെ ഭൂകമ്പത്തിൽ പിളർന്നു തുടങ്ങുകയാണ്. ഇതിന്റെ ഇടയിൽ കോർണർ അവന്റെ അമ്മ ഉറക്കനെ വിളിക്കുകയാണ്, അമ്മ ഇങ്ങോട്ടേക്ക് ഓടിവാ, അവിടെ സേഫ് അല്ല എന്ന്. എന്നാൽ അമ്മ പറയാണ്, മോനെ അവിടെ തന്നെ നിന്നാ മതി, അമ്മ സേഫ് ആണ് കേട്ടോ, അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല എന്ന്. എന്നാൽ അപ്പോഴേക്കും വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുകയാണ്. കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട കോർണറിന്റെ അതേ സ്വപ്നം തന്നെയാണ്. ആ ഒരു ഭൂകമ്പത്തിൽ മണ്ണെല്ലാം പിളർന്നു പോയി. ആ കുഴിയിലേക്ക് അവന്റെ അമ്മ വീഴാൻ നിൽക്കുമ്പോൾ കോർണർ ഓടി ചെല്ലുകയാണ്. അമ്മയുടെ കൈ ഇറുക്കി പിടിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആ ഒരു ഭൂതം അങ്ങോട്ടേക്ക് വരികയാണ്. ഭൂതത്തിനോട് സഹായിക്കാൻ വേണ്ടി കോർണർ പറയുന്നുണ്ടെങ്കിലും ഇപ്പൊ ആ ഒരു ഭൂതം സഹായിക്കുന്നില്ല. പകരം ഈ ഭൂതം പറയുന്ന കാര്യം, ഞാൻ നിനക്ക് 3 കഥകൾ പറഞ്ഞു തന്നു, ഇനി നീ പറയേണ്ട നിന്റെ കഥ, നിന്റെ സത്യമായ ആ ഒരു കഥ, നിന്റെ ഉള്ളിലുള്ള ആ ഒരു കാര്യം അത് എന്നോട് പറയാന്ന് പറയാണ്. എന്ന് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ കോർണറിന് അത് പറയാൻ കഴിയോ? ഇല്ല. ഈ ഒരു ഭൂതത്തിനോട്, മോൺസ്റ്ററിനോട് അപേക്ഷിക്കുകയാണ്, ദയവ് ചെയ്തിട്ട് എന്റെ അമ്മയെ രക്ഷപ്പെടുത്തുന്നത് എന്ന ഒരു രീതിയിലും ഒരു കൈസഹായം വരെ ഈ ഒരു ഭൂതം അവന് ചെയ്തു കൊടുക്കുന്നില്ല. എന്തായാലും കുറെ നേരമൊന്നും അവനിക്ക് അവന്റെ അമ്മയുടെ കയ്യിൽ അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കൈ തെന്നിപ്പോവാണ്. ആ ഒരു കുഴിയുടെ ഉള്ളിലേക്ക്, ആഴത്തിലേക്ക് അവന്റെ അമ്മ ചെന്ന് വീഴുകയാണ്. ഇപ്പൊ നമ്മുടെ കോർണർ ഇങ്ങനെ അലറി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ അവന്റെ അടുത്ത് ആ ഒരു ഭൂതം ചോദിക്കുകയാണ്, പറ, നീ എന്നോട് പറയാൻ ഉദ്ദേശിച്ച സത്യമായിട്ടുള്ള നിന്റെ ഉള്ളിലെ ആ ഒരു കാര്യം അത് നീ എന്നോട് പറ എന്ന് പറയുമ്പോൾ ഇപ്പൊ കോർണർ കിടന്ന് അലറുകയാണ്, എനിക്ക് പറയാൻ പറ്റില്ല എന്ന്. പക്ഷെ അവസാനം ഈ ഒരു ഭൂതം നിർബന്ധിച്ചതുകൊണ്ട് അവൻ പറയാണ്, ഞാൻ ആഗ്രഹിച്ചു, അത് തന്നെയാണ് ഇപ്പൊ നടന്നത്. അതായത് ആ ഒരു കുഴിയിലേക്ക് അവന്റെ അമ്മ വീഴാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അതായത് അവന്റെ അമ്മ മരണപ്പെടാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ദിവസവും അവന്റെ അമ്മയുടെ ആ ഒരു വേദന അവൻ കാണാണ്. ആ ഒരു വേദനയിൽ നിന്നും അമ്മ രക്ഷപ്പെടാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അമ്മയുടെ മരണം അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അവൻ എപ്പോഴും കാണുന്ന ഈ ഒരു സ്വപ്നത്തിൽ അമ്മയ്ക്കായിട്ട് അവൻ കൈ കൊടുക്കാറുണ്ടെങ്കിലും അവൻ മനഃപൂർവ്വം ആ ഒരു പിടിവിടുന്നതാണ്. കാരണം അമ്മ മരിക്കാനായിട്ട് അവന്റെ ഉള്ളിൽ അമ്മ മരിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹമാണ്. പക്ഷെ ഈ രീതിയിൽ കോർണർ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു കുറ്റബോധം പോലെ, അവന്റെ അമ്മയെ അവൻ തന്നെ കൊല്ലുകയാണോ എന്നുള്ള ആ ഒരു കുറ്റബോധം പോലെ. അതുകൊണ്ട് തന്നെ എന്റെ അമ്മ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞാനും മരിക്കും, ഇതൊക്കെ ഒരു സ്വപ്നമാണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കിനി ജീവിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു കുഴിയിലേക്ക് കോർണർ എടുത്തു ചാടുകയാണ്. എന്നാൽ അവനെ രക്ഷപ്പെടുത്താനായിട്ട് വന്ന ആ ഒരു ബോധം, ഈ ഒരു മോൺസ്റ്റർ അവനെ ആ ഒരു കുഴിയിലേക്ക് വീഴാതെ രക്ഷപ്പെടുത്തിയെടുക്കുകയാണ്. എന്നിട്ട് അവന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്, മോനെ, നീ നിന്റെ അമ്മ മരണപ്പെടണം എന്ന് വിചാരിച്ചത് അത് അമ്മയോടുള്ള സ്നേഹം കൊണ്ടല്ലേ, നിന്റെ ഉള്ളിൽ ആ ഒരു നന്മ കൊണ്ടാണ്, അല്ലാതെ അത് നിന്റെ പ്രശ്നമല്ല. റിയൽ ലൈഫിലും നിന്റെ അമ്മ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതേ അബദ്ധം തന്നെ നീ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്താണ് പ്രശ്നം, എന്താണ് റിയാലിറ്റി, അതെനിക്ക് നിന്നെ മനസ്സിലാക്കി തരണമായിരുന്നു. അപ്പൊ നമ്മുടെ കോർണറും ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് ഭൂതമേ, ഞാൻ തെറ്റായിട്ട് ചിന്തിച്ചതല്ലേ, അപ്പൊ എന്റെ മനസ്സ് ദുഷിച്ചതല്ലേ, ഞാനൊരു കുറ്റക്കാരനല്ലേ? ഇപ്പൊ ആ ഒരു ഭൂതം പറഞ്ഞു കൊടുക്കാണ്, ഒരിക്കലുമല്ല, നീ തെറ്റായിട്ട് ചിന്തിച്ചു എന്ന് കരുതിയിട്ട് നീ ഒരു കുറ്റക്കാരനാവണമെന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞ കഥ നിനക്ക് ഓർമ്മയുണ്ടോ? ഒരു മന്ത്രവാദിയെ കല്യാണം കഴിച്ച ആ ഒരു ചക്രവർത്തി, അയാളുടെ പേരക്കുട്ടി, ശരിക്കും പറഞ്ഞാൽ അവനായിരുന്നില്ലേ ദുഷ്ടൻ, അവനല്ലേ ദുഷ്ടത്തരം ചെയ്തത്. ശരിക്കും ആ ഒരു കഥയിലെ മന്ത്രവാദിയായിട്ട് നിന്റെ മുത്തശ്ശിയെ കണക്കാക്കാം. കാരണം നിന്റെ വീട്ടിലേക്ക് വന്ന് നിന്റെ അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി നിന്നിൽ നിന്നും നിന്റെ അമ്മയെ അകത്താൻ നോക്കിയ ആളാണ് നിന്റെ മുത്തശ്ശി. എന്നാൽ നിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ മുത്തശ്ശി ചെയ്തത് ഒരു ചീത്ത കാര്യമാണ്. എന്നാൽ മുത്തശ്ശിയോ തന്റെ മകളെ രക്ഷപ്പെടുത്താനായിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതല്ലേ. അതായത് റിയൽ ലൈഫിൽ നിന്റെ മുത്തശ്ശിയുടെ ഭാഗത്തോ നിന്റെ ഭാഗത്തോ ഒരു മിസ്റ്റേക്ക് ഇല്ല. രണ്ടുപേർക്കും രണ്ടുപേരുടേതായ ന്യായങ്ങളുണ്ട്. ആരാണ് അവിടെ തെറ്റുകാർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കഥയിൽ ആ ഒരു വൈദ്യർ, അതുപോലെ തന്നെ ആ ഒരു പ്രീസ്റ്റ്, ആദ്യം നമ്മൾ കരുതിയത് ആ ഒരു വൈദ്യർ ദുഷ്ടനാണെന്നാണ്. അയാളുടെ ജോലി നന്നായിട്ട് ചെയ്യുന്നു. എന്നാൽ ആ ഒരു പ്രീസ്റ്റ് അയാൾ ഭയങ്കര സ്വാർത്ഥനായിരുന്നു. പറഞ്ഞ കാര്യമല്ല, സ്വന്തം ലൈഫിലേക്ക് വന്നപ്പോൾ ആ ഒരു മരം വെട്ടാനായിട്ട് അയാൾ തീരുമാനിച്ചില്ലേ. അതുപോലെ തന്നെയാണ് നിന്റെ അച്ഛന്റെ കാര്യം. കുറെയൊക്കെ നിന്റെ അച്ഛൻ സ്വാർത്ഥനാണ് എന്ന് കരുതിയിട്ട് നിന്റെ അച്ഛനെ പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്താൻ കഴിയുമോ? അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങളില്ലേ. ഇനി ഞാൻ നിന്നോട് അവസാനം പറഞ്ഞു തന്ന ആ ഒരു കഥ, ഇൻവിസിബിൾ മാൻ. ആ ഒരു മനുഷ്യന് ഇൻവിസിബിൾ ആയിട്ട് ഇരിക്കാൻ
ഒട്ടും താല്പര്യമില്ലായിരുന്നു. അവന് പുറത്തേക്ക് വരണം എന്ന് തന്നെയാണ് ആഗ്രഹം. ആ മനുഷ്യൻ അല്ലെങ്കിൽ അതിന്റെ ഉദാഹരണം മറ്റാരുമല്ല കോണർ, അത് നീ തന്നെയാണ്. നിനക്ക് ആഗ്രഹമില്ല, നിന്റെ ഇതേ അവസ്ഥയിൽ തന്നെ ഇനിയും ഇങ്ങനെ മുന്നോട്ടേക്ക് പോകാനായിട്ട്, നിനക്ക് പുറത്തു വരാനായിട്ട് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുള്ള ധൈര്യം നിനക്കില്ലായിരുന്നു. എന്നാൽ ആ ഒരു കഥ അന്ന് ഞാൻ നിനക്ക് സ്കൂളിൽ വെച്ച് പറഞ്ഞു തന്നപ്പോൾ നിന്റെ ഉള്ളിലേക്ക് ഒരു ധൈര്യം വന്നു. നിന്റെ ഉള്ളിൽ അടക്കി വെച്ച ആ ഒരു ദേഷ്യത്തെ നീ പുറത്തേക്ക് എടുത്തു. നിന്നെ എപ്പോഴും ഉപദ്രവിച്ച ആ ഒരു ഹാരിയെ നീ തിരിച്ച് ഉപദ്രവിച്ചു. അവന്റെ അഹങ്കാരത്തെ നീ ഇല്ലാതാക്കി. അതായത് നമ്മുടെ കോണർ അങ്ങോട്ടേക്ക് ചെന്നിട്ട് അവനിട്ട് നല്ല പെട കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു ഭൂതം പറഞ്ഞു കൊടുത്ത ആ ഒരു കഥയിൽ നിന്നും ഇൻസ്പയർ ആയിട്ടാണ് അവൻ ആ ഒരു കാര്യം ചെയ്തത്. അതുപോലെ തന്നെ അവസാനം കോണറിന് വേണ്ടിയിട്ട് ഭൂതം ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് മനുഷ്യന്റെ ഉള്ളിൽ പലതരം ചിന്തകൾ ഉണ്ടാവും. റിയാലിറ്റിയെ, അതായത് ശരിക്കുള്ള കാര്യത്തെ ശരിക്കും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് മനുഷ്യർക്ക് പറ്റില്ല. അതുകൊണ്ട് മനുഷ്യർ സ്വയം അവരോട് തന്നെ നുണകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തിന്? സ്വയം ആശ്വസിക്കാനായിട്ട്, സ്വയം എന്താ പറയാ, സമാധാനം കിട്ടാനായിട്ട്. പക്ഷെ റിയാലിറ്റിയെ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളോട് തന്നെ നുണ പറയുമ്പോൾ അത് പിന്നീട് കൂടുതൽ നിങ്ങളുടെ ലൈഫിന് മോശമായിട്ട് വരികയുള്ളൂ. അതായത് കോണർ, നിന്റെ അമ്മ മരിക്കുമെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. അത് എത്രയും പെട്ടെന്ന് ആയിക്കോട്ടെ എന്നാണ് നീ നിന്റെ മനസ്സിൽ ആഗ്രഹിക്കുന്നത്. പക്ഷെ നീ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം അത് വലിയൊരു കുറ്റമായിട്ട് നീ കരുതുകയാണ്. നീ നിന്നെ തന്നെ പറ്റിക്കുകയാണ്. ഇനി നിന്റെ അമ്മ മരിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനുള്ള ഉത്തരവാദി നീയാണെന്ന് കരുതിയിട്ട് നീ സ്വയം മരിക്കാൻ ശ്രമിക്കും. അപ്പൊ അത് നിന്നെ മനസ്സിലാക്കി തന്ന് നീ ആ ഒരു അബദ്ധം കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്റെ അരികിലേക്ക് വന്നത്. വിധിയെ തടുക്കാനായിട്ട് നമുക്ക് ആർക്കും കഴിയില്ല. പക്ഷേ റിയാലിറ്റി അതെന്താണെന്ന് മനസ്സിലാക്കി അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ധൈര്യമായിട്ട് ജീവിക്കാൻ പഠിക്കണം. അങ്ങനെ ഈ ഭൂതം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ കോണറിന് മനസ്സിലാവുന്നുണ്ട്. അതിന്റെ ആ ഒരു കൈകളിൽ കിടന്ന് പതിയെ പതിയെ നമ്മുടെ കോണർ ഉറങ്ങുകയാണ്. കുറച്ചു കഴിഞ്ഞു അവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ ആ ഒരു വലിയ മുത്തശ്ശന്മാരുണ്ടല്ലോ, അതിന്റെ ചുവട്ടിലായിട്ട് അവൻ കിടന്നങ്ങനെ ഉറങ്ങുകയാണ്. ഇതേ സമയത്താണ് അവന്റെ മുത്തശ്ശി ഇങ്ങോട്ടേക്ക് വരുന്നത്. അവന് കുറെ നേരമായി തേടി നടക്കുന്നു. അവനെ കാണാത്തതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്ന് നോക്കിയതാണ്. എത്ര നേരമായി കോണറെ നിന്നെ നോക്കി നടക്കുന്നു, വേഗം വന്നേ, അമ്മയ്ക്ക് നിന്നെ കാണണം, വേഗം ആശുപത്രിയിലേക്ക്. അമ്മൂമ്മയുടെ ആ ഒരു വെപ്രാളം കണ്ടപ്പോൾ തന്നെ നമ്മുടെ കോണറിന്റെ കാര്യം മനസ്സിലായി. അമ്മയുടെ അവസ്ഥ വളരെ മോശമാണ്, അതായത് മരിക്കാനായിട്ടുണ്ട്. ഇപ്പൊ ആശുപത്രിയിലേക്ക് പോവാൻ നിൽക്കുമ്പോൾ അവൻ ആ ഒരു ഭൂതത്തോട് സംസാരിക്കുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്. അതായത് അവന്റെ ഉത്ബോധ മനസ്സിനോട് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്. ഇപ്പൊ ആ ഒരു ഭൂതം അവനോട് പറയാണ്, ധൈര്യമായിട്ട് അമ്മയുടെ അടുത്തേക്ക് ചെല്ല്, നീ മനസ്സിൽ ഒരു കാര്യം വിശ്വസിക്കുക, നിന്റെ അമ്മ മരണപ്പെടാൻ പോവാണ്. അത് എത്രയും പെട്ടെന്ന് ആവുകയാണെങ്കിൽ നിന്റെ അമ്മയ്ക്ക് അത്രയും സുഖമല്ലേ, അവരെന്തിനാ ഈ വേദന ഇങ്ങനെ സഹിക്കുന്നത്. നിന്റെ ഭാഗത്ത് ഒരു കുറ്റമില്ല, അത് മനസ്സുകൊണ്ട് നീ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുക. നിന്റെ ചിന്തകൾ ഒരിക്കലും മോശമല്ല. നിന്റെ അമ്മ അവസാനമായിട്ട് അവിടെ ഇരിക്കുകയല്ലേ അമ്മയുടെ അടുത്ത്, ആ അവസാന സമയത്ത് നല്ല രീതിയിൽ നീ പോയിട്ട് സ്പെൻഡ് ചെയ്യുക. അമ്മയോട് ഒരുപാട് നേരം സംസാരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഈ മോൺസ്റ്റർ പറഞ്ഞതുപോലെ നമ്മുടെ കോണർ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അമ്മയെ കെട്ടിപ്പിടിക്കുകയാണ്. കുറേ നേരം സംസാരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അവന്റെ അമ്മ അവന്റെ പിറകിലുണ്ടായിരുന്ന ആ ഒരു ഭൂതത്തെ നോക്കുകയാണ്. ആ ഒരു ഭൂതത്തെ നോക്കി അവന്റെ അമ്മ ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. അതിനൊരു കാരണമുണ്ട് കേട്ടോ. മാത്രമല്ല അധികം വൈകാതെ അവന്റെ അമ്മ മരണപ്പെട്ടു പോവാണ്. ആ ഒരു കുഞ്ഞ് ഒരുപാട് വിഷമിച്ചു പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും ആ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി മുത്തശ്ശിയുടെ കൂടിയാണ് നമ്മുടെ കോണർ. അങ്ങനെ മുത്തശ്ശി ഒരു ദിവസം അവന്റെ കയ്യിൽ ഒരു ചാവി കൊടുക്കുകയാണ്. ദാ ആ റൂമിന്റെ ചാവിയാണ്, മോൻ അത് പോയിട്ട് തുറന്നു നോക്കുന്ന് പറയണം. അങ്ങനെ ആ ചാവി ഉപയോഗിച്ച് മുറി തുറന്നുകൊണ്ട് കോണർ ആ റൂമിന്റെ ഉള്ളിലേക്ക് കയറി നോക്കി. അത് അവന്റെ അമ്മയുടെ ചെറിയ പ്രായത്തിലുണ്ടായിരുന്ന റൂമായിരുന്നു. അവന്റെ അമ്മ നന്നായിട്ട് ചിത്രം വരക്കുമായിരുന്നു. അതിന്റെ ബ്രഷും പെയിന്റും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ തന്നെ അവന്റെ അമ്മ ചെറുപ്പത്തിൽ വായിച്ച ഒരു വലിയ ഡ്രോയിങ് ബുക്കും അവൻ കാണുകയാണ്. പതിയെ പതിയെ ആ ഒരു പുസ്തകം തുറന്നു നോക്കി. അവൻ ഞെട്ടിപ്പോയി അവന്റെ അമ്മ വരച്ചു വെച്ച ഓരോ ചിത്രങ്ങളും കണ്ട്. കാരണം ആ ഒരു മോൺസ്റ്റർ ഭൂതം വന്ന് അവന് കഥകൾ പറഞ്ഞു കൊടുത്തായിരുന്നല്ലോ. ആ കഥയിലെ ഓരോ കാര്യങ്ങളാണ് ആ ചിത്രത്തിലൂടെ അവൻ കാണുന്നത്. ഈ സമയത്താണ് കോണറിന് ഒരു കാര്യം മനസ്സിലായത്. അതായത് അവന്റെ അമ്മയുടെ അച്ഛൻ, അതായത് അവന്റെ മുത്തശ്ശൻ അവന്റെ അമ്മയ്ക്ക് ചെറിയ പ്രായത്തിൽ പറഞ്ഞു കൊടുത്ത കഥകളാണ് സ്വപ്നത്തിലൂടെ നമ്മൾ കോണർ കണ്ടത് എന്ന്. മാത്രമല്ല നമ്മുടെ കോണറിന്റെ മനസ്സിനുള്ളിൽ ആ ഒരു വിഷമം, അവന്റെ പ്രയാസങ്ങള്, ചില സംശയങ്ങള്, അതെല്ലാം തീർത്തു കൊടുക്കാനായിട്ട് ഒരു ആത്മാവിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ അവന്റെ മുത്തശ്ശനായിട്ട് തന്നെ അവന്റെ അടുത്തേക്ക് വന്നതായിരിക്കും ചിലപ്പോ. അവൻ കണ്ട ആ ഒരു സ്വപ്നങ്ങൾ, ഇതെല്ലാം നമ്മുടെ കോണർ റിയലൈസ് ചെയ്യാണ് കേട്ടോ. അവൻ ചുറ്റും നോക്കുകയാണ്. അവന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ സംശയങ്ങൾ തീർന്നു, ആ ഭയം തീർന്നു, ആ ഒരു കുറ്റബോധം തീർന്നു. റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് അവൻ പിന്നീട് ജീവിക്കാൻ തുടങ്ങുകയാണ്. ഇതോടെ സിനിമ ഇവിടെ തീരുന്നുണ്ട്. എന്താണ് ഈ കഥയിലൂടെ പറഞ്ഞുതരാൻ വന്ന ആ ഒരു മെസ്സേജ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ജീവിക്കുകയാണ്, നിങ്ങളുടെ ലൈഫിൽ ഒരു റിയാലിറ്റി നടക്കുന്നുണ്ട്, എന്നാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പേടിയാണ്, അല്ലെങ്കിൽ ഭയമാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാവും. സോ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കി ഒരു നുണ പറഞ്ഞുകൊണ്ട് ആ ഒരു നുണയുമായിട്ട് നിങ്ങൾ ജീവിച്ചു പോവാണ്. ഒരു രീതിയിലും നിങ്ങൾക്ക് പിന്നീട് സമാധാനം കിട്ടില്ല, ഒരു രീതിയിലും നിങ്ങൾക്ക് പിന്നീട് വിജയിക്കാൻ കഴിയില്ല. ഇപ്പോഴും മനസ്സിലാവാത്ത ആളുണ്ടെങ്കിൽ എന്റെ ലൈഫിൽ ഇതേ സംഭവം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. അതായത് എനിക്ക് എന്ത് കാര്യം ചെയ്യാനും ഭയമാണ്, പേടിയാണ്. സംസാരിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യാൻ ഭയമാണ്. പക്ഷേ എനിക്ക് ഭയമുണ്ട് എന്ന് എനിക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്നോട് ഇങ്ങനെ പലതവണയും പറഞ്ഞിട്ടുണ്ട്, നിനക്ക് പേടിയൊന്നുമില്ലടാ, നീ നല്ല ധൈര്യവാനാണെന്ന് ഞാൻ എന്റെ മനസ്സിനോട് പലതവണയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റിയാലിറ്റി എന്താണ്? എനിക്ക് നല്ല ഭയമാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാനും. അതായത് മറ്റുള്ളവരോട് സംസാരിക്കാൻ, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ, എല്ലാത്തിനും എനിക്ക് ഭയമാണ്. പക്ഷേ എപ്പോഴാണെന്ന് അറിയില്ല, കറക്റ്റ് സമയം എനിക്കറിയില്ല. ഒരു സമയത്ത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു, ശരിയാടാ നിനക്ക് ഭയമുണ്ട്, പേടിയുണ്ട്. നിങ്ങൾക്കുള്ള ആ ഒരു പ്രശ്നത്തെ, റിയാലിറ്റി അതെന്താണ് അക്സെപ്റ്റ് ചെയ്യുക. എനിക്ക് ഭയമുണ്ട് എന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഇതിനെ മറികടക്കാനായിട്ട്
ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് ചെയ്യും. ഇനി ഞാൻ അക്സെപ്റ്റ് ചെയ്യാതെ അങ്ങനെ പോയിരുന്നെങ്കിലോ എന്റെ ഉള്ളിലെ ഭയവും മാറില്ല. ഞാൻ സ്വയം ചിന്തിക്കുക എനിക്ക് ഭയമില്ല എന്ന്. പക്ഷേ എനിക്ക് ഭയം ഉണ്ട് എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് ഞാൻ ഭയത്തെ മറികടക്കാനായിട്ട് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇപ്പോൾ നിങ്ങളോട് ഇത്ര എന്താ പറയാ, നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ ഒരുപാട് സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ലേ? അതെന്റെ ഒരു എന്താ പറയാ, സത്യമാണോന്ന് അറിയില്ല. നിങ്ങൾ പറ, ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ, എനിക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഞാൻ അക്സെപ്റ്റ് ചെയ്തതുകൊണ്ടാണ്. ലൈഫിൽ റിയാലിറ്റി, ഞാൻ ആരാണ്, എനിക്കുള്ള പ്രശ്നങ്ങൾ എന്താണ്, ഇത് മനസ്സിലാക്കി ഞാൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ്. സോ നിങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങൾ അതെന്തായാലും അതിനാദ്യം അക്സെപ്റ്റ് ചെയ്യുക. അല്ലാതെ നുണ പറഞ്ഞുകൊണ്ട് ആ നുണയിൽ നിങ്ങൾ ജീവിക്കാതിരിക്കുക. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഈ കഥയെക്കുറിച്ചുള്ള അഭിപ്രായം? കഥ ഇഷ്ടമായ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. ഞാൻ എന്റെ ലൈഫിലെ കാര്യങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ലൈഫിലെ കാര്യങ്ങളും നിങ്ങളൊന്ന് പറയുന്നേ. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനേക്കാൾ നല്ല മികച്ചൊരു കഥയുമായിട്ട് ഞാൻ നാളെ വീണ്ടും വരുന്നതാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.